ഇത് ഒമാനിലെ മത്രയിലെ തുറമുഖ ഭാഗമാണ്. കടൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരു ഭാഗം. മസ്കറ്റിലെ മത്ര കോർണിഷ് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇപ്പോൾ സമയം 6 മണിയാകാറായിരിക്കുന്നു. മത്ര കോർണിഷ് കാണുക. ഒരു ഭാഗത്ത് പുരാതനമായ കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണ്. ഏറെ ചരിത്രമുള്ള ഭാഗം. ഞാൻ ആ കോർണിഷിലൂടെ മുന്നോട്ട് നടന്നു. കടൽ തീരത്തെ നടപ്പാത. ഒരു ഭാഗത്ത് കടൽ, ചരിത്രമേറെ കണ്ട അറബിക്കടൽ. ഇത് ഡോക്ടർ യൂസഫ് അൽ വഹായിബി. എൻ്റെ കൂടെ 1 മണിക്കൂറായിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷാഫിയുടെ സുഹൃത്താണ്. ഇദ്ദേഹമാണ് ഒമാനിലെ പല കാഴ്ചകളിലേക്കും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ നാട്ടുകാരൻ തന്നെയാണ് യൂസഫ്. ഈ വലതുവശത്ത് കാണുന്നതൊക്കെ ഹെറിറ്റേജ് വീടുകളാണ്. പഴയ പ്രമാണിമാരായ വർത്തകരുടെയും കപ്പലുടമകളുടെയും ഒക്കെ വീടുകളായിരിക്കാം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള വീടുകൾ. അതെല്ലാം ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകളുടേതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അൽ ലവാത്തി ഗോത്രത്തിലെ കുടുംബങ്ങളുടെ വീടുകൾ. ഒമാനിലെ പ്രമുഖമായ കച്ചവട കുടുംബങ്ങളാണ് അൽ ലവാത്തികളുടേത്. ശരിക്കും അവർ ഒമാനികളല്ല. പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ വന്ന് താമസമാക്കിയവരുടെ പിന്മുറക്കാരാണ്. സിന്ധി ഭാഷയായ ലവാത്തിയാണ് അവർ സംസാരിക്കുന്നത്. ഒമാനിൽ 30,000-ലധികം ലവാത്തികളുണ്ടെന്നാണ് കണക്ക്. മിക്കവരും ഇപ്പോഴും കച്ചവടക്കാരാണ്. മത്രയിലെ തുറമുഖം സജീവമായിരുന്ന കാലത്ത് വിദേശത്തു നിന്ന് വരുന്ന സാധനങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഒക്കെ കച്ചവടം നടത്തിയിരുന്ന വലിയ സമ്പന്നരുടെ വീടുകളൊക്കെയാണ് തെരുവിന്റെ ഈ ഭാഗത്തെല്ലാം കാണുന്നത്. അൽ അബ്ദുല്ലത്തീഫ് ഫാമിലി എന്ന ഒരു ലവാത്തി കുടുംബമുണ്ട് ഇവിടെ. കച്ചവടത്തിന് പുറമെ ഭരണരംഗത്തും വലിയ സ്വാധീനം പുലർത്തിയ കുടുംബമാണത്. അതുകൊണ്ട് തന്നെ ഒമാനിലെങ്ങും ആദരണീയരുമാണവർ. ഒമാനിൽ നിന്നും മറ്റൊരു രാജ്യത്ത് അംബാസഡറായ ആദ്യ വനിതയും ഒരു ലവാത്തി കുടുംബാംഗമാണ്. 1999-ൽ നെതർലാൻഡ്സിലെ ഒമാൻ അംബാസഡറായ ഖദീജ ബിന്ത് ഹസൻ അൽ ലവാത്തിയാണത്. പണ്ടത്തെ പണ്ടികശാലകളും ഗോഡൌണുകളുമൊക്കെയായിരുന്ന കെട്ടിടങ്ങളിൽ ഇപ്പോൾ മോഡേൺ ഷോപ്പുകളൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും ഇവിടം പഴയ ഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മോഡേൺ ബിൽഡിങ്ങുകളെ കൊണ്ട് കടൽ തീരം നിറഞ്ഞിട്ടില്ല. ഈ കടലിൽ നൂറ്റാണ്ടുകളായി എത്രയോ പായ്ക്കപ്പലുകൾ വന്നിരുന്നു. അറബികളുമായി കേരളത്തിനുണ്ടായിരുന്ന കച്ചവട ബന്ധം പ്രസിദ്ധമാണല്ലോ. കേരളത്തിൽ കച്ചവടത്തിന് വന്നിരുന്നവരിൽ വലിയൊരു ശതമാനവും ഒമാനികളായ അറബികളായിരുന്നു. ഇവിടം മാത്രമല്ല, അങ്ങകലെ ആഫ്രിക്കയിലെ സാൻസിബാർ വരെ ഒമാനികളുടെ കൈവശമായിരുന്നെന്നോർക്കണം. അങ്ങകലെ കാണുന്നതാണ് മത്ര ഫോർട്ട്, തുറമുഖ ഭാഗത്തെ കോട്ട. ഒരു മലമുകളിലാണ് മത്ര ഫോർട്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണത്. മത്രയിൽ ഒരു സൂക്കുണ്ട്. അതിന്റെ കവാടത്തിൽ ഒരു ഗോപുരമൊക്കെ പണിതു വച്ചിരിക്കുന്നു, പടിപ്പുര പോലെ. മത്രയുടെ ഒരു മാപ്പ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒമാൻ കടലിന്റെ മത്രയിലേക്ക് കയറിക്കിടക്കുന്ന ഭാഗവും ഞങ്ങൾ നിൽക്കുന്ന ഭാഗവും മത്ര സൂക്ക് നിൽക്കുന്ന ഭാഗവുമൊക്കെ മാപ്പിൽ കാണാം. ഞാൻ ആ സൂക്കിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. സൂക്കിന്റെ പടിപ്പുരയാണിത്. സൂക്കിനകത്ത് ഇന്ന് ടൂറിസ്റ്റുകൾക്കുള്ള സാധനങ്ങളാണ് കൂടുതലായും വിൽക്കുന്നത്. പണ്ട് അതായിരുന്നില്ല. നാട്ടുകാർക്കുള്ള സാധനങ്ങളുടെയും കപ്പലിൽ കൊണ്ടുവന്നിറക്കിയ സാധനങ്ങളുടെയും വിൽപ്പനയായിരുന്നു അന്ന് ഇവിടെ നടന്നിരുന്നത്. ഇന്നാകട്ടെ ടൂറിസ്റ്റുകൾക്കുള്ള കൗതുക വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, ഓർണമെന്റ്സ് എന്നിവയെല്ലാമാണ് വിൽപ്പന. കടൽ തീരത്ത് തുറമുഖത്തോട് ചേർന്ന് തന്നെയുള്ള സൂക്കാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ അന്യരാജ്യങ്ങളിൽ നിന്നുള്ളവരും സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ വന്നിരുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾ ഇത്തരം സൂക്കുകളിൽ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയും. യമനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഇന്നത്തെ UAE-യുടെ ഭാഗമായ എമിറേറ്റുകളിൽ നിന്നുമൊക്കെയുള്ള കച്ചവട സംഘങ്ങൾ ഇവിടെ വന്ന് ആ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുവരെയുള്ള കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. മത്ര സൂക്കിന്റെ കെട്ടിടങ്ങളുടെ പഴക്കം കാണുമ്പോൾ ഇത് പിന്നിട്ട ഒരു ചരിത്ര കാലഘട്ടത്തിന്റെ നീളമറിയാം. ചന്തയുടെ മേൽക്കൂരയും തറയുമൊക്കെ പൗരാണിക ഭാവത്തോടെ ഇന്നും നിലനിർത്തിയിരിക്കുകയാണ്. ഒമാനിലെ ഏറ്റവും പഴയ കവേർഡ് മാർക്കറ്റാണ് മത്ര സൂക്ക്. പലതവണ നവീകരിച്ചിട്ടുണ്ട് സൂക്ക്. ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒമാനിൽ തന്നെ ഉണ്ടാക്കിയതാവണമെന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളും ഉണ്ടാകാം.
എന്നാൽ ഒമാനികളുടെ കത്തി, അവരുടേതായ ട്രഡീഷണൽ ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറേയുണ്ട്. കാസ്റ്റ് ചെയ്തെടുത്ത വസ്തുക്കൾ, തൂക്കുവിളക്കുകൾ, അലങ്കാര വസ്തുക്കൾ, ആഭരണങ്ങൾ, ഉൾപ്പിരിവുകളായി നീണ്ടു പോവുകയാണ് സൂക്ക്. ഇത്തരം തൂക്കുവിളക്കുകളും അലങ്കാര വിളക്കുകളുമൊക്കെ പണ്ട് തിരികത്തിച്ചു വെക്കുന്നവയായിരുന്നു. ഇന്നിപ്പോൾ ഇലക്ട്രിക് വിളക്കുകളാണ് ഇതെല്ലാം. കാണുന്നവർക്ക് കുറെയെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകാൻ കൊതി തോന്നുന്ന മട്ടിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ വലിയൊരു ശതമാനം മലയാളി കച്ചവടക്കാരുമുണ്ട്. സ്റ്റാളുകളിൽ ജീവനക്കാരായുമുണ്ട് ധാരാളം മലയാളികൾ. ഞാനിപ്പോൾ 2 വശത്തേക്കും നോക്കാതെ വിട്ടടിച്ചു പോവുകയാണ്. അങ്ങേയറ്റം വരെ പോയി ഷൂട്ട് ചെയ്തിട്ട് തിരികെ വരുമ്പോൾ മലയാളികളെ പരിചയപ്പെടാം. അല്ലെങ്കിൽ ഷൂട്ടിംഗ് തടസ്സപ്പെടും. പുരാവസ്തുക്കൾ കുറേയുണ്ട്. പഴയ ക്ലോക്കുകൾ, ഒമാനികളുടെ കത്തി, പടച്ചട്ട, പട്ടാളക്കാരുടെ ഹെൽമറ്റ്, അങ്ങനെ പലതും. ഇടയ്ക്ക് സൂക്കിലെ ചില ജംഗ്ഷനിലേക്കെത്തുന്നു. ഇവിടെ നിന്ന് നാനാവഴിയിലേക്ക് പിരിഞ്ഞു പോകുന്നു നടപ്പാതകൾ. ഹെറിറ്റേജ് സെന്റർ എന്നൊക്കെ ബോർഡ് വെച്ച സ്ഥാപനങ്ങൾ. ഇവിടെ കുന്തിരിക്കം പുകച്ചുകൊണ്ടിരിക്കുകയാണ്. സൂക്കിനുള്ളിൽ മൊത്തം കുന്തിരിക്ക ഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ എപ്പോഴും പുകച്ചുകൊണ്ടിരിക്കും. നല്ല ഫ്രഷായ മായമില്ലാത്ത കുന്തിരിക്കം വിൽക്കാൻ വെച്ചിട്ടുമുണ്ട്. കുങ്കുമം ഉൾപ്പെടെ വിവിധതരം സ്പൈസസ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കടകൾ. ഇതിനിവിടെ നല്ല വിൽപ്പനയുണ്ടാവും. അറബി നാടുകളിലെല്ലാം ഈ സ്പൈസസ് ഒരു വലിയ വികാരമാണ്. സ്പൈസസിനു വേണ്ടി മാത്രമുള്ള മാർക്കറ്റുകൾ ഇന്നാടുകളിലുണ്ട്. വീണ്ടും നടന്നു. ഇതിനകത്ത് സ്വർണ്ണക്കട വരെയുണ്ട്. കാർപ്പറ്റ് കടകൾ, ജുവലറികൾ, അങ്ങനെ അറബി സംസ്കാരത്തിൻ്റെതായ എല്ലാ വസ്തുക്കളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചില വസ്തുക്കൾ വിൽക്കുന്ന കടകളും ഈ സൂക്കിലുണ്ട്. അംബർഗ്രീസ് എന്ന സുഗന്ധദ്രവ്യമാണ് അത്തരമൊന്ന്. തിമിംഗലച്ചർദിയായ അംബർഗ്രീസിന് 1 കിലോഗ്രാമിന് ഇന്ത്യൻ രൂപയിൽ 1.5 മുതൽ 2 കോടി രൂപ വരെയാണ് വില. ഒരു കാലത്ത് കള്ളക്കടത്തായി എത്തുന്ന വില കൂടിയ വസ്തുക്കളുടെ വലിയ തോതിലുള്ള വിൽപ്പന ഇവിടെ നടന്നിരുന്നു. ഇപ്പോൾ അത്തരം കച്ചവടങ്ങൾക്കെല്ലാം അധികൃതർ കടിഞ്ഞാണിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പല ജംഗ്ഷനുകളുണ്ട്. ജംഗ്ഷനുകളിലെത്തുമ്പോൾ നിലവും മേൽക്കൂരയും പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഇതൊക്കെ അടുത്ത കാലത്ത് നവീകരിച്ച ഭാഗങ്ങളാണ്. അതിലെ ഓരോ ഇടവഴിയിലൂടെ നമുക്കിങ്ങനെ നടക്കാം. ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെയെങ്കിൽ മൂത്രം നാറുന്ന സ്ഥലങ്ങളായിരിക്കും. സർക്കാരിന്റെ ഒരു പൊതുസ്ഥലമാണല്ലോ, ആർക്കും കാര്യം സാധിക്കാം. പക്ഷേ ഇവിടെ കുന്തിരിക്കം പുകയുന്ന മണമാണ് എങ്ങും. നല്ല വൃത്തിയോടെ പരിപാലിക്കുന്നു. പാതകൾ പഴയതാണെങ്കിലും എല്ലാം തേച്ചു മിനുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഒരു തെരുവ് മുഴുവൻ സ്വർണ്ണക്കടകളുടേതാണ്. വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ. ഇതൊക്കെ ഇവിടുത്തെ അറബി സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങളാണ്. മലയാളികൾ ഇവിടെ നിന്ന് സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോകുമോ എന്നറിയില്ല. ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നതൊക്കെ അറബിയുടെ ശൈലിയിലുള്ള ആഭരണങ്ങളാണ്. മലയാളികൾക്ക് ഇത് അധികം ഇഷ്ടപ്പെടണമെന്നില്ല. സ്വർണം, വെള്ളി, അമൂല്യമായ കല്ലുകൾ എന്നിവയുടെയൊക്കെ പലതരം ആഭരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കടകളാണ്. അവിടെ വൻ വിലയുള്ള ആഭരണങ്ങൾ വിൽക്കുന്നു. വേറൊരു ഭാഗത്ത് വെച്ചിരിക്കുന്ന കൗതുക വസ്തുക്കൾ കാണുക. പശുവിന്റെ കഴുത്തിലിടുന്ന മരമണി മുതൽ പലതുമുണ്ട്. ഗാവ ഒഴിക്കുന്ന കൂജ, പഴയ മുച്ചക്ര സൈക്കിൾ രൂപങ്ങൾ, ഇങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. കാളക്കൊമ്പിൽ തീർത്ത കത്തിയുറ വരെ. ഇത് റാഫി, കാസർഗോട്ടെ ചെറുവത്തൂറുകാരനാണ്. വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു. കളർഫുള്ളാണ് പല കടകളും. ചില കടകളിൽ ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കടക്കാരോട് അനുവാദം ചോദിച്ചു തന്നെയാണ് ഞാൻ ഇതൊക്കെ പകർത്തുന്നത്. മസ്കറ്റിലെ മത്ര സൂക്ക് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചിത്രപ്പണി ചെയ്ത പാത്രങ്ങൾ എല്ലാം കളർഫുള്ളാണ്.
നാട്ടുകാരുടെ ഷോപ്പിംഗ് സെന്റർ എന്നതിനേക്കാൾ ടൂറിസ്റ്റുകളുടെ ഒരു ആകർഷണ കേന്ദ്രമാണ് മത്ര സൂക്ക് ഇന്ന്. ഇതെല്ലാം മലയാളികളാണ്. ഞാൻ തിരിച്ചു നടക്കുമ്പോൾ ഓരോ കടയുടെയും മുന്നിൽ മലയാളികളെ കാണുന്നുണ്ട്. ഇത് അഷീബ്, കണ്ണൂർകാരനാണ്. അവരുടെ കടയാണത്, തുണിക്കട. കൂടെയുള്ളത് നിയാസ്, കൂത്തുപറമ്പുകാരനാണ്. ഒരു കടയിൽ ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ കൊട്ടയും വട്ടിയും പായുമെല്ലാം. വേറൊന്നിൽ അലങ്കാര സമൃദ്ധമായ ഉപകരണങ്ങളും പാത്രങ്ങളും. ഇതൊക്കെ അറബി വീടുകളെ അലങ്കരിക്കുന്ന സാധനങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന റാന്തൽ വിളക്കുകളും ആഭരണപ്പെട്ടികളും വരെയുണ്ട്. വേറെയും മലയാളികൾ. മുഹമ്മദ് അലി പരിചയപ്പെടുന്നു. നിസാർ ധർമ്മടംകാരനാണ്. അങ്ങനെ കുറെ പേർ. ഞാൻ അവർക്കെല്ലാം പരിചിതനാണെന്നത് യൂസഫിന് വലിയ കൗതുകമായി. പല തെരുവുകളിലെയും കടകൾ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അടച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്ര സൂക്കിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ കെട്ടിടങ്ങളുടെ പിറകിലാണ് സൂക്ക്. വലിയൊരു പ്രദേശമാകെ അതങ്ങനെ പരന്നു കിടക്കുകയാണ്. ഞാനൊരു 18 കൊല്ലം മുൻപ് വന്നപ്പോഴും ഇവിടം ഇങ്ങനെ തന്നെയായിരുന്നു. 10-20 കൊല്ലമായി മത്രയ്ക്കും മസ്കറ്റിനും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കടലിൽ ഒരു കപ്പൽ കിടപ്പുണ്ട്. അത് സുൽത്താന്റെ കപ്പലാണ്. അതിഥികൾക്ക് വേണ്ടി ഓടുന്ന കപ്പൽ. ഞങ്ങളുടെ വണ്ടി അങ്ങേയറ്റത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാനും യൂസഫും അങ്ങോട്ട് നടന്നു. കോർണിഷിൽ ഇങ്ങനെ ചില മണ്ഡപങ്ങൾ കടലിലേക്ക് തള്ളി പണിതു വച്ചിട്ടുണ്ട്. കടൽ കാഴ്ച കണ്ട് അവിടെ അങ്ങനെ ഇരിക്കാം. സുന്ദരമായ കോർണിഷ്. രസകരമാണ് വൈകുന്നേരം കടൽക്കാറ്റേറ്റ് അങ്ങനെ ഇരിക്കുന്നത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും ഡോക്ടർ ഷാഫിയുടെ കാറിൽ കയറി. ഇനി ഞങ്ങൾ മസ്കറ്റ് എന്ന് പറയുന്ന യഥാർത്ഥ ഭാഗത്തേക്ക് പോവുകയാണ്. മസ്കറ്റിൽ തന്നെയാണ് മത്രയെങ്കിലും ശരിക്കും മസ്കറ്റ് എന്ന് വിളിക്കുന്നത് സുൽത്താന്റെ കൊട്ടാരവും ഭരണസിരാ കേന്ദ്രവും ഒക്കെ ഉണ്ടായിരുന്ന ഭാഗത്തെയാണ്. ഇപ്പോൾ സുൽത്താൻ വസിക്കുന്ന കൊട്ടാരം അവിടെയല്ല. എയർപോർട്ടിൽ നിന്നും കുറച്ചുകൂടി വടക്കോട്ട് പോകുന്ന സ്ഥലത്താണത്. കോർണിഷിലൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അൽ ബാഹിരി റോഡിലൂടെ. ചില ഭാഗത്ത് പച്ചപ്പ് പോലുമില്ലാത്ത പർവ്വതങ്ങളാണ്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് അത് കാണുന്നില്ലെന്നേയുള്ളൂ. പാതയോരങ്ങൾ പുൽത്തകിടി പിടിപ്പിച്ചും ചെറുചെടികൾ വളർത്തിയും മനോഹരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുന്നിൽ ഒരു പടിപ്പുര കാണാം. മസ്കറ്റ് ഗേറ്റ് എന്നറിയപ്പെടുന്ന പടിപ്പുരയാണത്. ഈ പടിപ്പുരയ്ക്കപ്പുറത്തേക്ക് 1970-കൾ വരെ സാധാരണക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. കാരണം ഇനി അങ്ങോട്ട് രാജനഗരമാണ്. രാജകുടുംബാംഗങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ, പട്ടാള മേധാവികൾ എന്നിങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. രാജകൊട്ടാരം ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ സാധാരണക്കാർക്കും വരാവുന്ന സ്ഥലമായി മാറി. ഇപ്പോഴും ഇവിടം രാജനഗരം തന്നെയാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകളും മറ്റു രാഷ്ട്രത്തലവന്മാർ വരുമ്പോഴുള്ള സ്വീകരണവുമൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. കാരണം ഇതുതന്നെയാണ് ഇപ്പോഴും നഗരത്തിലെ പ്രാധാന്യമാർന്ന ഇടം. നേരെ മുന്നിൽ അകലെ കാണുന്നതാണ് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഒരു കെട്ടിടം. അത്തരത്തിലുള്ള 4 ബിൽഡിങ്ങുകൾ അവിടെ നിരന്നു നിൽപ്പുണ്ട്. അങ്ങകലെ കാണുന്നതാണ് ഇവിടുത്തെ കൊട്ടാരം, പഴയ കൊട്ടാരം, അൽ ആലം പാലസ്. ഇപ്പോഴും ഒമാൻ സുൽത്താന്റെ സെറിമോണിയൽ പാലസ് ആണത്. കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് 2 വശത്തുമുള്ളത്. ഔപചാരിക ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. സുൽത്താൻ അവിടെ വസിക്കാറില്ല. പരിസരമൊക്കെ ഒരു രാജനഗരത്തിന്റെ പ്രൗഢിയോടെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്ത് സുന്ദരമാക്കിയിട്ടിരിക്കുന്നു. സമീപമുള്ളതെല്ലാം ഭരണവുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ തന്നെ. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കെട്ടിടങ്ങളാണ് ആ കാണുന്നത്. വെള്ള നിറത്തിലുള്ള ഈ കെട്ടിടം ഇവിടുത്തെ നാഷണൽ മ്യൂസിയമാണ്. കൊട്ടാരത്തിന്റെ മുന്നിലാണ് നാഷണൽ മ്യൂസിയവും. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്.
ഭരണവുമായും രാജകുടുംബവുമായി ബന്ധപ്പെട്ട പല പല ഓഫീസുകൾ ഇവിടെയുണ്ട്. പ്രോട്ടോകോൾ ഓഫീസ്, കൊട്ടാരത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യാലയങ്ങൾ, അങ്ങനെയൊക്കെ പല ഓഫീസുകളുണ്ട്. സുൽത്താൻ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് നമുക്ക് ഇതുപോലെ ഈ വഴിയൊക്കെ സ്വതന്ത്രമായി സഞ്ചരിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. അത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇതെന്നോർക്കണം. ഇപ്പോൾ പക്ഷേ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവിടെ വരാം. കൊട്ടാരത്തിനകത്ത് കയറണമെങ്കിൽ അനുവാദം വാങ്ങണം. എന്നാൽ അതിന്റെ പരിസരത്തു കൂടിയൊക്കെ പോകാം. കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് വരെ പോകാവുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെയുള്ള യൂസഫ്. വണ്ടി അങ്ങോട്ട് വിടുകയാണ്. യൂസഫ് ഇവിടെയെല്ലാം വന്ന് നല്ല പരിചയമുള്ള ആളായതുകൊണ്ട് ഡോക്ടർ ഷാഫിക്ക് അദ്ദേഹം വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒമാനിൽ ഭരണം നടത്തുന്നത് അൽ ബൂസൈദ് രാജകുടുംബമാണ്. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ രാജവംശമാണത്. ആദ്യകാലത്ത് ഇമാംമാരായിരുന്നു ഒമാൻ സാമ്രാജ്യത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത്. 1783 മുതൽ ഭരണാധികാരി സുൽത്താൻ എന്നറിയപ്പെട്ടു തുടങ്ങി. ഹമദ് ബിൻ സയ്യിദ് ഒമാൻ സുൽത്താനായിരുന്ന കാലത്താണത്. ഇതൊക്കെ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലേക്കുള്ള പാതകളാണ്. അതിമനോഹരമാണ് അവിടമൊക്കെ കാണാൻ. രാത്രിയിലെ ലൈറ്റപ്പും അതിഗംഭീരം. കൊട്ടാരത്തിലേക്ക് നീണ്ടുകിടക്കുന്ന മനോഹരമായ പാതയെ ക്രോസ് ചെയ്ത് കാർ നീങ്ങി. സുൽത്താൻ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് മറ്റു വാഹനങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതൊന്നും സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല. ഇതാണ് കൊട്ടാരത്തിന്റെ കൂടുതൽ അടുത്ത വ്യൂ. കൊട്ടാരത്തിന്റെ പ്രധാന ഭാഗം. വലിയൊരു പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് കൊട്ടാര സമുച്ചയം. അതൊക്കെ ഇന്ന് ഔപചാരിക ചടങ്ങുകൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ഒമാൻ. പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധം മുതൽ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളും കൊട്ടാര വിപ്ലവവും വരെ അതിൽ ഉൾപ്പെടുന്നു. സുൽത്താൻ ഖാബൂസിന് മുൻപ് രാജ്യം ഭരിച്ച സയ്യിദ് ബിൻ തിമൂർ തന്റെ പ്രത്യേക സ്വഭാവം കൊണ്ടാണ് ശ്രദ്ധേയനായത്. അധികാരം നിലനിർത്താൻ എന്തും ചെയ്യാൻ സന്നദ്ധനായ ആ സുൽത്താൻ പക്ഷേ ബ്രിട്ടീഷുകാരുടെ കയ്യിലെ കളിപ്പാവയായി പലപ്പോഴും. മകൻ ഖാബൂസ് തനിക്ക് ഭീഷണിയാവുമെന്ന് ഭയന്ന സുൽത്താൻ ഒരു ഘട്ടത്തിൽ മകനെ വീട്ടുതടങ്കലിലാക്കി. ഒരേ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ആ അച്ഛനും മകനും 14 മാസം പരസ്പരം സംസാരിച്ചതുപോലുമില്ല. ഒടുവിൽ മകൻ ഖാബൂസ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പിതാവിന്റെ ഭരണം അട്ടിമറിച്ചു. സയ്യിദ് ബിൻ തിമൂറിനെ ബ്രിട്ടനിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഞങ്ങൾ കൊട്ടാരത്തിനു ചുറ്റുമുള്ള പലയിടങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ വലിയൊരു ടണലുണ്ട്. ഈ ടണൽ കടന്നു ചെല്ലുന്നത് നേരെ കടൽ തീരത്തേക്കാണ്. ആ തീരത്തുകൂടി വീണ്ടും പോകുമ്പോൾ മലമുകളിൽ ഒരു കോട്ട കാണാം. അൽ മിറാനി ഫോർട്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ്. അതിനു മുൻപ് അവിടെ ഒരു പ്രതിരോധ ഗോപുരമുണ്ടായിരുന്നു. ഞങ്ങൾ കൊട്ടാരത്തിന്റെ പിൻഭാഗത്തേക്കെത്തി. നേരത്തെ കൊട്ടാരത്തിന്റെ മുൻഭാഗമാണ് കണ്ടതെങ്കിൽ ഇതാണ് കടലിനഭിമുഖമായ ഭാഗം. ഞങ്ങൾ ഈ പോകുന്നതിന്റെ ഇടതുവശത്ത് കടലാണ്. മുന്നിൽ അങ്ങേയറ്റം വരെ കാണുന്നതെല്ലാം കൊട്ടാരക്കെട്ടുകൾ തന്നെ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനാവില്ല. ഞങ്ങൾ തിരികെ പോകാൻ തീരുമാനിച്ചു. അൽ മിറാനി ഫോർട്ടിന്റെ ചുവട്ടിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. മസ്കറ്റ് ഹാർബറിന്റെ കാവലാളെപ്പോലെ നിൽക്കുന്ന കോട്ട. ഒമാനിൽ ആദ്യമായി പീരങ്കികൾ സ്ഥാപിക്കപ്പെട്ടത് അവിടെയാണ്. ഇതിവിടുത്തെ ഒരു മോസ്കാണ്. മസ്ജിദ് അൽ ഖോർ. കണ്ടംപററി ശൈലിയിലുള്ള ഒരു മോസ്ക്. ഇവിടെ കാണുന്നതെല്ലാം അൽ ആലം കൊട്ടാരവുമായി ബന്ധപ്പെട്ട മന്ദിരങ്ങൾ തന്നെയാണ്. പല വകുപ്പ് മേധാവികളുടെയും സൈനിക തലവന്മാരുടെയും മറ്റും ഓഫീസുകൾ ഇതിലുണ്ട്. എല്ലാം ട്രഡീഷണൽ ഒമാനി ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നവ തന്നെ. നേരെ മുന്നിൽ അൽ ബാസ് അൽ കബീർ എന്ന ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരത്തിന് സമീപത്തേക്ക് പോകാനാവില്ല. അവിടവും പിന്നിട്ട് ഞങ്ങൾ മസ്കറ്റ് ഗേറ്റിലേക്കെത്തി. ഈ മസ്കറ്റ് ഗേറ്റ് കടന്നാണ് ഞങ്ങൾ നേരത്തെ കൊട്ടാരത്തിനടുത്തേക്കെല്ലാം പോയത്. ഇപ്പോൾ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. ഇടതുവശത്ത് നിഴൽ രൂപങ്ങൾ പോലെ മലനിര നീണ്ടുകിടക്കുന്നു. വരണ്ട പർവ്വതങ്ങളുടെ താഴ്വാരത്താണ് ഈ മസ്കറ്റ് നഗരമെന്ന് പറയാം.
മലനിരകളിൽ പലയിടത്തും നേരെ മുന്നിൽ കാണുന്ന തരത്തിലുള്ള കോട്ടകളുണ്ട്. അക്കാണുന്നത് മത്ര ഫോർട്ടാണ്. മത്ര സൂക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കുറച്ചു മുൻപ് ഞാൻ ആ കോട്ട കണ്ടിരുന്നു. അതിന്റെ മറുഭാഗത്തു നിന്നുള്ള കാഴ്ചയായിരുന്നു അത്. നേരെ മുന്നിൽ കടലിൽ സുൽത്താൻ അതിഥികളെ സ്വീകരിക്കുകയും അവർക്ക് വിരുന്നൊരുക്കുകയും ചെയ്യുന്ന ക്രൂസ് ഷിപ്പ് കിടക്കുന്നു. കൂടാതെ സുൽത്താനും കുടുംബത്തിനും വേണ്ടി മാത്രമുള്ള മറ്റൊരു ക്രൂസ് ഷിപ്പുമുണ്ട് തൊട്ടപ്പുറം. കടൽ തീരത്താണ് സുൽത്താന്റെ പുതിയ കൊട്ടാരവും. വേറെയും കവാടങ്ങൾ. അത് പിന്നിട്ട് യാത്ര തുടരുമ്പോൾ പല ഭാഗത്തും വഴിയോരങ്ങളിൽ കോട്ടയുടെ ശൈലിയിലുള്ള നിർമ്മിതികൾ കാണാം. ഇത് കോട്ടയല്ല, അലങ്കാരത്തിനു വേണ്ടി പണിത് ലൈറ്റപ്പ് ചെയ്തു വച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. വരണ്ട മലഞ്ചെരുവുകളൊക്കെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കോട്ടയുടെ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ ഇവിടെ നിന്നും നിസ്വയിലേക്കാണ് പോകുന്നത്. നിസ്വ ഒരു ചരിത്ര നഗരമാണ്. ഈ രാത്രിയിൽ ഇനി ദീർഘയാത്രയാണ് നിസ്വ എന്ന സുന്ദര നഗരത്തിലേക്ക്.